വടകര എടച്ചേരി പ്രദേശത്തെ ഏറെ നടുക്കിയ ജമീല കൊലക്കേസിലെ പ്രതി 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. എടച്ചേരി പോലീസിന്റെ അതിവിദഗ്ധമായ നീക്കത്തിനൊടുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമീദ് കാസർഗോഡ് ആത്തൂരിൽ നിന്നാണ് പിടിയിലായത്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ കൊലപാതകത്തിന് 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് നിയമത്തിന് മുന്നിൽ ഉത്തരമുണ്ടാകുന്നത്. 2021 ആഗസ്റ്റ് മാസമായിരുന്നു എടച്ചേരിയെ നടുക്കിയ കൊലപാതകം നടന്നത്. എടച്ചേരി സ്വദേശിനി ജമീലയെ തലക്കടിച്ചും കഴുത്തുഞെരിച്ചും കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട ഭർത്താവ് ഹമീദാണ് പിടിയിലായത്. കാസർഗോഡ് ജില്ലയിലെ ആദൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് എടച്ചേരി പോലീസ് സംഘം ഇയാളെ അതിസാഹസികമായി പിടികൂടിയത്. മാതാവിന്റെ കൊലപാതകം ഹൃദയസ്തംഭനമാക്കി തീർത്ത് മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാനെന്ന് പിതാവ് ശ്രമിച്ചതെന്ന് മകൻ പറഞ്ഞു. കാസർഗോഡ് ആദൂരിൽ ആർക്കും സംശയം തോന്നാത്ത വിധം ഒരു സാധാരണ മത്സ്യ വിൽപ്പനക്കാരനായി ജീവിച്ചു വരികയായിരുന്നു ഹമീദ്. ഇത്രയും കാലം പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ ഇയാളെ പിടികൂടുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഒടുവിൽ പ്രതിയുടെ പഴയ ഫോട്ടോയും നിലവിലെ സൂചനകളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കമാണ് ലക്ഷ്യം കണ്ടത്. പിടിയിലായ ഹമീദിനെ വടകര കോടതിയിൽ ഹാജരാക്കി. എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ 2001 രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു. 302 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് സ്വന്തം ഭാര്യയായിട്ടുള്ള ജമീലെ കൊലപ്പെടുത്തി ഒരു കേസായിരുന്നു അത്. അതിൽ പ്രതി എന്ന് പറയുന്ന ആള്, ഹമീദ് എന്ന് പറയുന്ന ആള്, അന്ന് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയതാണ്. അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതി വിവിധ സ്ഥലങ്ങളിൽ അതിനുശേഷം ഒളിവിൽ കഴിഞ്ഞ് മാറി താമസിച്ചു വരികയായിരുന്നു. നിരന്തരമായിട്ട് പോലീസ് പ്രതിയുടെ പിന്നാലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രതിയാണ് ഇന്ന് നമ്മൾ കാസർഗോഡ് ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. 25 വർഷത്തിന് ശേഷമാണ് പ്രതി അറസ്റ്റിലാവുന്നത്. 2001 രജിസ്റ്റർ ചെയ്ത കേസാണ്. മർഡർ കേസാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു കേസാണ്. അതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ പോലീസ് നിരന്തരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ വിവിധ വിഭാഗങ്ങൾ, അത് സ്ക്വാഡ് ടീം, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം, മറ്റ് പലവിധ വിഭാഗങ്ങൾ ഈ പ്രതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഇന്ന് വടകര DYSP ടീമിൽ എടച്ചേരി ഇൻസ്പെക്ടറും അതുപോലെ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് കാസർഗോഡ് ഭാഗത്തു നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു.